ഹായ് ഗായ്സ്, അപ്പൊ നമ്മുടെ ഒരു നൊസ്റ്റാളജി സാധനം കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ അല്ല, എന്റെ മമ്മിയുടെയാണ്. ഒരു 22 വർഷം പഴക്കമുള്ള ഒരു സാധനമാണ്. മമ്മി 7ാം ക്ലാസ്സിൽ പഠിച്ച സംസ്കൃതത്തിന്റെ ടെക്സ്റ്റ് ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാവേ. മമ്മി 7ാം ക്ലാസ്സിൽ പഠിച്ച് 22 വർഷം പഴക്കമുള്ള മമ്മിയുടെ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ആണ്. 22 വർഷമായതുകൊണ്ട് എന്റെ പോരായ്മകളൊക്കെ ഇതിനുണ്ട്. ഇത് കിട്ടിയപ്പോ സത്യത്തില് ഞങ്ങളും ഭയങ്കര ഒരു ഇതായി പോയായിരുന്നു. ഒന്ന് കുത്തി വരച്ച സാധനങ്ങളാണ് ഇതൊക്കെ. ഇനി ഇതിന്റെ ബാക്കി വിശേഷം നമുക്ക് മമ്മിയോട് തന്നെ ചോദിക്കാം. എന്നാ മമ്മി ഇതിനെ കുറിച്ചൊന്ന് പറ. ഇത് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ച എൻ്റെ സംസ്കൃത പുസ്തകമാണ്. ഇതിന്റെ ഫ്രണ്ട് പേജ് കണ്ടോ? എൻ്റെ അപ്പൻ എനിക്ക് പൊതിഞ്ഞു തന്നതാട്ടോ ഇത്. അന്നൊന്നും നമുക്ക് ബ്രൗൺ പേപ്പറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അന്നേരം ആദ്യമേ ന്യൂസ് പേപ്പർ ഇട്ടിട്ട് ആദ്യമേ പപ്പച്ചി പൊതിയും. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ കവർ ഇട്ടൊന്ന് പൊതിഞ്ഞ് സ്റ്റാപ്ലെയർ ചെയ്ത് തരും. അങ്ങനെ ആയിരുന്നു പുസ്തകങ്ങളെല്ലാം പപ്പച്ചി പൊതിഞ്ഞു തന്നുകൊണ്ടിരുന്നത്. ഈ ഒരു പുസ്തകം എനിക്ക് കിട്ടിയത് ഞാനിപ്പം ആര്യങ്കാവ് ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണല്ലോ പഠിപ്പിക്കുന്നത്. അന്നേരം കുറെ പഴയ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. അന്നേരം ഞങ്ങളിങ്ങനെ നോക്കിയ സമയത്ത് രമ്യ ടീച്ചറാണ് ഈ പുസ്തകം കണ്ടുപിടിച്ച് തന്നത് കേട്ടോ. കിട്ടിയപ്പം സത്യം പറഞ്ഞ് ഭയങ്കര ഷോക്കായിപ്പോയി ഇത് കിട്ടിയപ്പം. അതുകൊണ്ട് എൻ്റെ പണ്ടത്തെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ കണ്ടോ, എന്തൊരു വൃത്തിയായിട്ട് ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു. ഇപ്പോഴും വലിയ മെച്ചമൊന്നും ഇല്ല, എന്നാലും ഇതിൻ്റെ അകത്ത് ഇച്ചിരി കൊള്ളാൻ തോന്നുന്നു കേട്ടോ. അങ്ങനെ ഇത് കിട്ടി. ഇത് റോസമ്മ ടീച്ചറാണ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം റോസമ്മ ടീച്ചർ എൻ്റെ നിന്ന് വാങ്ങിച്ച് വെച്ചതായിരിക്കണം അവിടെ. അങ്ങനെ റോസമ്മ ടീച്ചറുടെ കാര്യം പറയാനാണെങ്കിൽ റോസമ്മ ടീച്ചറാണ് എന്നെ സംസ്കൃത UP-യിൽ പഠിപ്പിച്ചത് കേട്ടോ. അപ്പം ആ റോസമ്മ ടീച്ചറുടെ വേക്കൻസിയിലാണ് ഞാനിപ്പോൾ അവിടെ ജോലി ചെയ്യുന്നത്. റോസമ്മ ടീച്ചർ റിട്ടയർഡ് ആയിപ്പോയപ്പോൾ ഞാനിവിടെ ജോയിൻ ചെയ്തു. ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ ഈ പുസ്തകം കണ്ടപ്പോഴും. ഭയങ്കര പണ്ടത്തെ കുറെ എഴുത്തും ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ട്, എന്തൊക്കെയോ എഴുതി വെച്ചേക്കുന്നതും അങ്ങനെ കുറെ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളുടെ പുസ്തകം വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല ആ സമയത്തൊക്കെ നല്ല ടഫ് പുസ്തകം കേട്ടോ ഇത്. കുറെ പഠിക്കാനുണ്ട്. ഇതിൻ്റെ അകത്ത് ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് നമ്മൾ പണ്ട് കൊച്ചിലെയൊക്കെ കേട്ടിട്ടുള്ള ഒരു കഥയുണ്ടല്ലോ, തയ്യക്കാരൻ്റെയും ആനയുടെയും കഥ. ഇങ്ങനെ പഴം എന്നും കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. പഴം ഒരു ദിവസം കൊടുത്തില്ല, സൂചി കൊണ്ട് കുത്തി. ആ ഒരു കഥയുണ്ടല്ലോ, ആ കഥയാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ കേട്ടോ ഇതിൻ്റെ അകത്ത്. അങ്ങനെ ഞാനിങ്ങനെ ഓരോ ഇതും മറച്ചു നോക്കി. പക്ഷേ ഒന്നും അങ്ങനെ വലുതായിട്ടൊന്നും ഓർമ്മയില്ല. പക്ഷെ പുസ്തകം നമ്മുടെ പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുസ്തകമാണല്ലോ, ഇപ്പൊ എല്ലാം കളറല്ലേ. അന്നത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുസ്തകം ഒത്തിരി സന്തോഷം തോന്നി ഇത് കണ്ടപ്പോഴും. അപ്പൊ റോസമ്മ ടീച്ചറിന് ഒത്തിരി നന്ദി. അതുപോലെ ഇത് പുസ്തകം കണ്ടുപിടിച്ച് തന്ന ഞങ്ങളുടെ രമ്യ ടീച്ചറിനും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. എന്താ തോന്നുന്നത്, എന്താ പറയാനായിട്ടുള്ളത്? എനിക്കിത് കണ്ടപ്പം നല്ല സന്തോഷമായി. എനിക്കും ഇങ്ങനത്തെ ഒരു പുസ്തകം ഇതേപോലെ കിട്ടണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു പുസ്തകം എടുത്ത് മാറ്റി വെക്കണം. നല്ല സന്തോഷമുണ്ട്. അത്രേ ഉള്ളൂ.